രണ്ടാം ക്ലാസ്സിൽ ഒരു പുസ്തകം വന്നിട്ടുള്ളൂ. ബാക്കി സ്കൂൾ തുറന്നു കഴിഞ്ഞു വരാം. എന്തിയെ ഇവന്റെ ചേട്ടൻ നിർത്തിണ്ടായിരുന്നില്ല 5ാം ക്ലാസ്സിൽ? ശ്യാമിയാ ഇല്ലേ സാർ, അവൻ തോറ്റ് പഠിപ്പ് നിർത്തി തോട്ടത്തിൽ വേലവാക്കണം. ആരാധനാ. നമസ്തേ നമസ്തേ. എന്താടി കൊച്ച് 2 മാസം കൊണ്ടങ്ങ് മിനിങ്ങിയല്ലോ. ഇനി ഏതൊക്കെ ക്ലാസ്സിലോട്ടാ? ഇവിടെ 2-ലോട്ടും ഇവിടെ 5-ലോട്ടും. 2ാം ക്ലാസ്സിൽ ഒരു പുസ്തകം വന്നിട്ടുള്ളൂ. 5ാം ക്ലാസ്സിന്റെ ഹെഡ് മാസ്റ്റർ അടുത്തുനിന്ന് പോയിട്ട് വാ, എന്നിട്ട് തരാം പുസ്തകം. ഈ കസേരയുടെ കാലോടൊന്ന് ഉറപ്പിക്കണം. കൊറേ കാലമായല്ലോ തന്നെ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. പണ്ടൊക്കെ വല്ലപ്പോഴും ഓരോ ഏത്തക്കൊലയൊക്കെ ആയിട്ട് ഇറങ്ങുമായിരുന്നു. ഇപ്പോ അതും ഇല്ല. നാടൻ കാക്കൊക്കെ വലിയ പിടിയാ സാറേ. പറമ്പി നിൽക്കുമ്പോഴേ കച്ചവടക്കാർ വന്ന് വില ഉറപ്പിച്ചിട്ടങ്ങ് പോകും. ശരി, ഏലക്കായുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടോ. മോളിപ്പോ 5-ലോട്ടാ അല്ലയോ? 4ാം ക്ലാസ്സിൽ വരെ ആകെ 9 പേരാ. അത് 4 എണ്ണം ജയിച്ചു, 5 എണ്ണം തോറ്റു. 2 പേര് TC വാങ്ങിപ്പോയി. ശേഷിക്കുന്ന 2 പേരിൽ ഒരാളാ ഇവള്. മാനേജ്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരിതെങ്ങനെ നോക്കി നടത്താനാ? കാര്യം എത്രാന്റെ പേരിലുള്ള പള്ളിക്കൂടെ നോക്കിയാ. പക്ഷേ ലാഭമില്ലെങ്കിലും നഷ്ടത്തിലാരെങ്കിലും കച്ചവടം നടത്തുമോ? ബെഞ്ചും ഡെസ്കും ഡിവിഷനും ഒക്കെ ഫാളായിട്ട് വർഷങ്ങളായി. എന്നാൽ ഇതങ്ങ് പൂട്ടിയേക്കാവെന്ന് വെച്ചാൽ ഈ പത്രക്കാർ യൂണിയൻകാർ സമ്മതിക്കുമോ? അല്ല സാറേ, ഇത് പൂട്ടാൻ പോവാന്നോ? താമസിയാതെ പൂട്ടിപ്പോകും. കൊള്ളാവുന്ന വീട്ടിലെ പിള്ളേരൊക്കെ ഇപ്പോൾ സിറ്റിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാ. പിന്നെ 1-2 പിള്ളേരായിട്ട് പഠിപ്പിക്കാൻ ടീച്ചർമാരെ കിട്ടുമോ? താനിരിക്കടോ. താൻ പേടിക്കുകയൊന്നും വേണ്ട. ഒരു കുട്ടിക്ക് വേണ്ടി സ്കൂള് നടത്തും. എന്നാ പഠിക്കാനാ? തന്നോടുള്ള അടുപ്പം കൊണ്ട് പറയുക. വികാരിയത്തിനെ കണ്ടൊരു കത്ത് മേടിച്ച് സിറ്റിയിലുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ട് ചേർക്ക്. മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായവും അതാ. പിള്ളേരുടെ ഭാവിക്കും അതാ നല്ലത്. നീ താടിക്ക് കൈയും കൊടുത്തിരിക്കാതെ ഏതെങ്കിലും 2 തീരുമാനിക്കേ. അല്ല, ഞാൻ ഓർക്കുമായിരുന്നേ, സിറ്റി കൊണ്ടുപോയി ചേർക്കാന്ന് വെച്ചാ 10-12 കിലോമീറ്റർ ദൂരം ഇല്ലയോ? ഞാൻ പറഞ്ഞത് അതല്ല. ഈ തുണി യൂണിഫോമിന് വേണ്ടിയാണോ അതോ സ്കൂളിൽ ചേർക്കുന്ന കാര്യം ഏതെങ്കിലും ഉറപ്പിച്ചതിന് ശേഷം മുറിച്ചാൽ മതിയോന്ന്? 10-12 കിലോമീറ്റർ ഒന്നും ഒരു പ്രശ്നമല്ലേ. ജീപ്പുകളല്ലയോ തേരാപാര കിടന്ന് ട്രിപ്പ് അടിക്കുന്നേ. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. പെൺപിള്ളേര് പ്രായമായി വരികയല്ലേ അല്ലേ? 45 ഇഞ്ച് വീതി. ചുമ്മാതല്ല, അമേരിക്കൻ അല്ലയോ? നമ്മുടെ ജോസൂട്ടിയുടെ വക ഫ്രീയാ. ഓ അത് ശരി. ഏതൊരു അളവെടുത്ത് വെച്ചേക്കാം. എവിടെ പോയി 2 കൂടെ? എവിടെയോ പൊന്നും കിളുന്തും. പൊന്നും കിളുന്തും ഇപ്പൊ എവിടെയെങ്കിലും കാണും. നല്ല പണിയാണല്ലോ കാണിക്കുന്നത്. ആ സിനിമാക്കാര് കണ്ടാൽ 2 ഓടിക്കും. എന്തിനാ ഇത്? ഇതും പൊതിഞ്ഞോണ്ട് സിറ്റിയിലോട്ട് ചെന്നാലേ പിള്ളേർ കളിയാക്കി പറപ്പിക്കും. പുസ്തകമൊക്കെ പൊതിയാൻ സ്കൂളിൽ നല്ല കളർ പേപ്പർ തരും. മനസ്സിലായോ? വാ ഇവിടെ. 2 കിട്ടി. ഇത് ആരുടെ പടമാണെന്ന് അറിയാവോ? കൊള്ളാലോ. അതെങ്ങനെ മനസ്സിലായി? കഥയും പാടമൊക്കെ വരാറുണ്ട് ഈ ചേച്ചിയുടെ. 19. നീരചിത്ര സിനിമ കണ്ടിട്ടുണ്ടോ? കടുത്തുരുത്തി ചേച്ചി 15. കടുത്തുരുത്തി ഇവരെ അമ്മ വീട്ടിൽ പോകുമ്പോ അളിയന്മാര് കൊണ്ടുപോയി കാണിക്കും. അല്ലാതെ പറമ്പിന്ന് കയറിയിട്ട് നമ്മളപ്പ കൊണ്ടുപോയി കാണിക്കാനാ. 7:31. ചെറുടെ കൂട്ടിയിട്ടേക്ക്. 22. സിനിമ കണ്ടില്ലേ? അത് പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടല്ലയോ? 27. ഏതാണ്ട് സിനിമ കാണരുതെന്ന് പള്ളി പറയുന്ന കേട്ടല്ലോ. ഏതാണ്ട് കോഡോ ഇംഗ്ലീഷ് അല്ലയോ? നമുക്ക് എന്നാ മനസ്സിലാകാൻ? അപ്പൊ നിനക്കൊന്നും മനസ്സിലാവില്ലെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായല്ലോ. വാ, ആഴ്ച സിറ്റിയിൽ നിന്ന് ഒട്ടകക്കാർ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇവിടുന്നുള്ള ആൾക്കാർ വണ്ടിയും പിടിച്ച് പൈസയും കൊടുത്ത് സിനിമ കാണുന്നുണ്ടാ. അപ്പോഴാണ് അവന് പിള്ളേർക്ക് 4 അക്ഷരം പഠിക്കാൻ കൊണ്ടുവിടാൻ മടി. നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകാം. ഇങ്ങനത്തെ ഒരു പോയ ഈ രത്നവിലാസത്തിൽ ചെല്ലപ്പ പണിക്കരുടെ വീട് ഏതാ? ഇവിടെ നേരെ വടക്കോട്ട് ചെല്ലുമ്പോ ഒരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞൊരു 10-12 ഫർലോങ് ചെല്ലുമ്പോ കിഴക്കോട്ടൊരു വഴിയുണ്ട്. ആ വഴിയെ പോയാൽ മതി. വഴിയൊക്കെ പോയി കിടക്കുക. മുക്കാലും കുണ്ടാ. വണ്ടി പോകുമെന്നാ. ഈ കിഴക്കും പടിഞ്ഞാറും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ കാണിച്ചു കൊടു. പിള്ളേരുണ്ട്, സ്ഥലമുണ്ടോ? കേറിക്കോ. മുന്നിലോട്ട് കേറ്. ഇടുക്കി ജില്ലാ ഗ്രാമീണ ബാങ്ക്. ചെല്ലപ്പന്റെ കഴുത്തിലും പിടി വീണെന്നാ തോന്നുന്നേ. ഒരാഴ്ചക്കും ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് അയച്ചിരുന്നു. നിങ്ങൾ അതിന് മറുപടി തന്നില്ല. മറുപടി തന്നിട്ട് എന്നാ സാറേ കാര്യം? 2-3 വർഷമായിട്ട് മുതലിൽ കൂടുതൽ തുക ഞാൻ പലിശ ഇനത്തിൽ അടച്ചു തീർത്തവനാ. ഇപ്പോഴും മുതൽ ബാക്കി നിൽക്കുന്നെന്ന് പറഞ്ഞാ ഞങ്ങളാ ഈ കൃഷി കൊണ്ട് മാത്രം കഴിയുന്നവരാ സാറേ.
വാടയ്ക്ക് ഒരു കൂമ്പ് വരുമ്പോഴേ ആയിരിക്കും ഈ വേക്ക് ബാങ്കിൽ അല്പം പണം അടയ്ക്കണം. അതെങ്ങനെയാ? അപ്പൊ എവിടുന്നേലും ഒരു നശിച്ച കാറ്റും മഴയും വന്ന് ഉള്ള നടത്തി പറിച്ചുകൊണ്ട് അങ്ങ് പോകും. ഇതിനെയൊക്കെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്കാകുമോ സാറേ? ചായ കുടിച്ചാൽ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. അതെ, ഞങ്ങൾക്കിതൊന്നും ബുക്കിൽ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. ജപ്തി നോട്ടീസ് ആയിട്ടുണ്ട്. ഇതാ. ദേ, ഇവിടെ ഒന്ന് ഒപ്പിട്ട്. സാറേ, ചെല്ലപ്പണ്ണൻ അത് ചെറുക്കന്റെ പഠിത്തത്തിനായിട്ട് ഇറക്കിയതാ. ആ പിള്ളേരെ പഠിപ്പിക്കാനും പെണ്ണ് കെട്ടിക്കാനും ഒക്കെ ആയിട്ടാ ഒട്ടുമിക്കവരും ലോൺ എടുക്കുന്നത്. കൃഷി ചെയ്യാനായി ലോൺ എടുക്കുന്നവരൊക്കെ തിരിച്ചടയ്ക്കുന്നുണ്ട്. കാപ്പിയും കുരുമുളകും കാച്ചിലും ഒക്കെ വളർന്നു കൊടുത്തി മക്കളെയും വളർത്തി എവിടെയെങ്കിലും എത്തിക്കണ്ടാവോ സാറേ? ആയിക്കോട്ടെ. ആ ഒരാഴ്ചക്കുള്ളിൽ ജപ്തി നടപടി ഉണ്ടാവും. അതിനു മുമ്പ് കുറച്ച് കാശടച്ച് ബോർഡ് പ്രസിഡന്റ് ഒരു അപേക്ഷ കൊടുത്തു നോക്ക്. ചിലപ്പോൾ കുറച്ചുകൂടെ അവധി കിട്ടിയേക്കും. ഞങ്ങളിതൊക്കെ എന്തിനാ നേരിട്ട് പറയുന്ന വെച്ചാ അവസാനം ബാങ്കുകാർ കർഷകനോട് നീതി കാണിച്ചില്ലെന്ന് പറയില്ലേ? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒരു കൊല വെട്ടിയ വണ്ടിയിലങ്ങ് വെക്കായിരുന്നു. 1.5 ലക്ഷം രൂപ കൊടുക്കാനുള്ളിടത്ത് ഈ 150 തൂമ്പായുടെ പോലെ അവർക്ക് തന്നെ ഒക്കെ ശരിയാകൂലി. എടാ, വെട്ടം വെളിച്ചമൊക്കെ മാറി ഭൂമി ഇരുട്ട് കയറുന്നതേ പക്ഷിമൃഗാദികൾക്കും മനുഷ്യന്മാർക്കും ഒക്കെ കൂട്ടിക്കയറി വിശ്രമിക്കാനാ. വിശ്രമിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, കഴിക്കുക, കിടക്കുക. എന്റെ അമ്മായി പശുവിനെയും കോഴിയും കൂട്ടിക്കെട്ടാതെ കയറാൻ പറ്റുമോ? സന്ധ്യാസമയത്ത് ചെനയുള്ള പശുവിനെ കൊണ്ട് പരിയാമ്പുറത്തൊക്കെ കറങ്ങി നടന്നാലുണ്ടല്ലോ നല്ല മാടനും അടിക്കും. അവിടത്തേക്കൊക്കെ ഇറങ്ങി നടക്കാനുള്ള സമയമാ രാത്രി. അതല്ലേ സകല കൊള്ളരുതായ്മകൾ ഈ മനുഷ്യന്മാർ രാത്രി നടത്തുന്നത്. മാടനും മർദ്ദൻ ജിന്നും ഒക്കെയാ അവന്റെയൊക്കെ കൂട്ടേ. പകൽ സൂര്യനും രാത്രി ചന്ദ്രനും നിന്നെ ഉപദ്രവിക്കില്ല, സകല ജന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുരക്ഷിക്കും എന്നല്ലയോ സങ്കീർത്തന പുസ്തകം 121 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ വേദവസ്ത്രം തന്നെ നോക്കണേ വെച്ചേ. എല്ലാരും പോയോ? എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും നല്ല കിട്ടും. അതല്ല അരിചൂരലിന്റെ അടി കൊണ്ട് തന്നെ ഗുണവാ. കർത്താവേ മാത്തൻ ഇതാ മലർന്നേ. ആ അങ്ങനെ ഇപ്പൊ മലക്കണ്ട, ഒന്ന് എണീറ്റേ. കഞ്ഞി എടുത്തു. നീ ഇങ്ങോട്ടൊന്ന് ഒന്ന് പിടിച്ചേ. ആഹാ, പാ കാണാൻ നോക്കിയിരിക്കുക പിള്ളേരെ പോലെ. കാര്യം കാലപ്പരക്കി നടക്കുന്ന പെണ്ണുമ്പിള്ളയാ. അയ്യോ, ഇനി ഇത് മതി. കരക്കാരുടെ ഇടയിൽ പാട്ടോന്ന്. പിള്ളേര് രണ്ടായിട്ടും ഇവിടെ ഒന്നും വലിയാണെന്ന്. ആ ഇത്തിരി ഉപ്പിലിട്ട് നല്ലോണ്ടെന്ന് കാട്ടി. അമ്മായിയുടെ ഒരു കാര്യം ഒരിടത്ത് ഇരുത്തി പൊറപ്പിക്കില്ല. ആ മുന്നിലിരിക്കുന്ന കുപ്പിയിൽ ലോലോലൊക്കെ ഇരിക്കുന്ന കണ്ടില്ലയോ? ഇപ്പൊ വല്ലെന്നും പറഞ്ഞ് ഒരുമിച്ചും കൂടെ ചെന്നാലേ അമ്മയുടെ വന്ന് നല്ലത് കേക്കും. എന്നാടി പറഞ്ഞേ? കൊച്ചോർത്താനം പറഞ്ഞോണ്ട് വന്ന രണ്ടിനും കൊണ്ടുവന്ന് ബോർഡിങ്ങിൽ ചേർക്കും. കൊറേ ചേരും. മിക്കവാറും ചേർക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. പള്ളിയിലച്ഛനും പറയുന്നത് 5 മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് അതിനുള്ള കാലത്ത് നല്ലതെന്നാ. എന്തായാലും ഈ സ്കൂൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അങ്ങ് പൂട്ടിക്കെട്ടും. സിറ്റിയിലാവുമ്പോ എനിക്ക് വലിയ ഇഷ്ടമാ ഈ പിള്ളേര് ടൈ ഷൂ ഒക്കെ കെട്ടിയിട്ട് ഒരുങ്ങി പോകുന്നത് കാണാനേ. അത് തന്നെ ഒരു ഗമയാ. അച്ചാച്ചന്റെ പിള്ളേരുടെ കൂടെ കടുത്തുരുത്തിയിലോ ഏറ്റുമാനൂരോ കൊണ്ടങ്ങ് ചേർത്താലോ? എടീ, പിള്ളേര് വളരുന്ന പ്രായത്തില് തന്തടും തള്ളയുടെയും ചൊല്ലും ചോറും തല്ലും കൊണ്ട് വേണം വളരാൻ. അതൊന്നും ഇല്ലാത്ത ഇപ്പോഴത്തെ കാലത്തെ കുഴപ്പങ്ങളാ. പറയുന്നവർക്ക് അതൊക്കെ പറയാം. അല്ലച്ചാതെ 2 അക്ഷരം പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയില്ലേ. എത്ര വലിയ സുന്ദരി കോതകളായാലും ഏതെങ്കിലും മലമണ്ടയില് കാട്ടവും ചാണകവും ഒക്കെ വാരി എങ്ങനെ കഴിയാം. അതാ ഗതി. നിനക്കെന്താടി ഇവിടെ ഒരു കുഴപ്പം? പഠിപ്പും പത്രാസും ഒന്നും ഇല്ലേലും പൊന്നു പോലെ അല്ലടി അവൻ നിന്നെ നോക്കുന്നേ. സ്വർഗം പോലെ അല്ലടി നിങ്ങൾ ഇവിടെ കഴിയുന്നേ. ഓഴൻ ഇരുന്ന് കെണിക്കുന്നു. ചേട്ടാ, അവള് നിന്നെ വെച്ചാ പറഞ്ഞത്. അവള് പറയുന്നത് നേരല്ലയോ? അവിടെ ആങ്ങളമാരെ അനിയത്തിമാരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്നാ അല്ലൂടി? എന്നതായാലും നമ്മളെ പോലെ ആവരും. പിള്ളാരെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കാം. വരുന്നടി കഞ്ഞി തിളക്കണ മണം കേട്ടാ തുടങ്ങും കൂടി. ആക്രാനം കാണിക്കാതെ ഒന്ന് കലങ്ങട്ടെ. നല്ല 1-ാം തരം പോച്ച കിടന്നാലും കണ്ട ചപ്പും ചവറും ഒക്കെ തേടി പിടിച്ചല്ലേ തിന്നത്തുള്ളൂ. അതിന്റെ പരവേശമാ. ഇവിടെ നിപ്പും ഭാവമൊക്കെ ഇപ്പൊ പെറുവെന്നാ. നമ്മളിങ്ങനെ തൊട്ടുതലോടി നടക്കുന്നോണ്ടാ. ചാച്ചന് ഞാൻ പറഞ്ഞ വിഷമമായോ?
ഓ എന്തോന്നിന് നീ പറഞ്ഞ ഉള്ളതല്ലയോ രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്നവരാരെങ്കിലും ഈ കന്നിന്റെ പുറകെ എങ്ങനെ നടക്കൂ എന്നും വെച്ച് അപ്പനെ അമ്മയും ചീത്ത പറയാൻ പറ്റുമോ ഉരുള് വെട്ടി എല്ലാം അങ്ങ് ഒലിച്ചു പോയി വീടും പോയി സ്കൂളും പോയി എല്ലാം പോയി പിന്നെ എല്ലാം ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ തൂമ്പാപ്പിടിയും പിടിച്ച് ഇറങ്ങി കഴിഞ്ഞില്ലയോ കോട്ടും സൂട്ടും ഇട്ട ആളുകളെ കാണാനൊക്കെ നല്ല രസമാണ് പക്ഷെ എനിക്ക് പേടിയാ ഔത്തുങ്ങൾ വാതുറന്ന് വല്ലതും പറഞ്ഞ ഇംഗ്ലീഷ് അല്ലയോ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് എങ്ങനെ അറിയുന്നേ നീ പറഞ്ഞ പോലെ നമ്മുടെ പിള്ളേർക്ക് ആ ഗതി വരല്ലേ പെണ്ണ് ഒറ്റ വരിക്കാൻ അങ്ങ് തീർത്തല്ലോ ചാണോ മൂത്രവും മണക്കുമെങ്കിലും ഈ തൊഴുത്തൊരു സ്വർഗം ഇല്ലയോടി കമ്പിളി പകർത്തുന്ന ഇല്ലാടി കൊച്ച പുതക്കാൻ കള്ളക്കസുഖം തുടങ്ങി